ലോകത്തിന്റെ ഏത് കോണിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ന വ്യാജേന രക്ഷകന്റെ വേഷമണിഞ്ഞെത്തുന്ന ഒരു രാജ്യമുണ്ട്, അമേരിക്ക. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി സ്വയം ചമയുന്ന ആഗോള ശക്തി. പക്ഷെ ഈ സമാധാന പ്രസംഗങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ മുഖം എന്താണ്? ലോകത്ത് യുദ്ധങ്ങളുടെ എണ്ണവും തീവ്രതയും കൂടുമ്പോൾ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അതിവേഗം നിറയുന്നുണ്ട്. അതെ, ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാർ മറ്റാരുമല്ല, ഇതേ അമേരിക്ക തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് മുതൽ ഉക്രൈൻ വരെയും ആഫ്രിക്കൻ രാജ്യങ്ങൾ മുതൽ ഏഷ്യൻ അതിർത്തികൾ വരെയുമുള്ള സംഘർഷങ്ങൾ അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് കോടികളുടെ കൊയ്ത്തുകാലമാണ് സമ്മാനിക്കുന്നത്. യുദ്ധങ്ങൾ അവസാനിക്കാതിരിക്കുക എന്നത് ഇവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനിവാര്യമാണ്. സമാധാനം പ്രസംഗിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കൊതിയന്മാരായി മാറുന്നത്? മനുഷ്യന്റെ ചോര വീഴുന്ന മണ്ണിൽ ആയുധം വിറ്റ് അമേരിക്ക കൊയ്യുന്ന ശതകോടികളുടെ ലാഭത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ലോകത്തിന്റെ ഒരു കോണിൽ സൈനികരുടെ ചോരയൊഴുകുമ്പോൾ മറ്റൊരു കോണിൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ പെട്ടികളിലേക്ക് പണം ഒഴുകിയെത്തുകയാണ്. ഉക്രൈനിന്റെ മണ്ണിൽ റഷ്യൻ മിസൈലുകൾ പതിക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ യുദ്ധവിമാനങ്ങൾ തുരുതുര ബോംബുകൾ വർഷിക്കുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ചില ഓഹരികളുടെ മൂല്യം കുതിച്ചുയരുകയാണ്. വിനാശകരമായ യുദ്ധങ്ങൾ രാജ്യങ്ങളെ തകർത്തെറിയുമ്പോൾ ആഗോള ആയുധ വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊയ്ത്താണ് നടക്കുന്നത്. നയതന്ത്രജ്ഞർ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആയുധ നിർമ്മാണ കമ്പനികൾ യുദ്ധം നീണ്ടുപോകാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെ ശതകോടികളുടെ ബിസിനസ്സാക്കി മാറ്റുന്ന ആഗോള ആയുധ കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖം കണക്കുകളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആഗോള ആയുധ കച്ചവടം എന്നാൽ കേവലം തോക്കുകളും വെടിയുണ്ടകളും വിൽക്കുന്ന ഒന്നല്ല. അത് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവയടങ്ങുന്ന ഭീമാകാരമായ ഒരു ശൃംഖലയാണ്. ലോകമെമ്പാടുമുള്ള പ്രതിരോധ മന്ത്രാലയങ്ങൾ വാർഷിക ബജറ്റിന്റെ സിംഹഭാഗവും നീക്കിവെക്കുന്നത് ഈ വിപണിയിലേക്കാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ആകെ സൈനിക ചെലവ് പ്രതിവർഷം 2.4 ട്രില്യൺ, അതായത് 2440 ബില്യൺ ഡോളർ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കാര്യം തന്നെ നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പൊതു ബജറ്റ് പ്രകാരം പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നത് ഏകദേശം 6.2 ലക്ഷം കോടി രൂപയോളമാണ്. ഓരോ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ഭീമമായ തുകയുടെ ഭൂരിഭാഗവും ചെന്നെത്തുന്നത് വിരലിലെണ്ണാവുന്ന ചില വൻകിട കമ്പനികളിലേക്കും അവയെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളിലേക്കുമാണ്. ആഗോള ആയുധ കയറ്റുമതിയുടെ പകുതിയോളവും കൈയാളുന്നത് ഒരൊറ്റ രാജ്യമാണ്, അമേരിക്ക. ലോകത്തിലെ ആകെ ആയുധ വിൽപ്പനയുടെ ഏകദേശം 42% അമേരിക്കയുടെ വിഹിതമാണ്. ലോക്ക്ഹീഡ് മാർട്ടിൻ, റേത്തിയോൺ, ബോയിങ്, നോർത്രോപ്പ് ഗ്രമ്മൻ, ജനറൽ ഡൈനാമിക്സ് എന്നീ 5 അമേരിക്കൻ കമ്പനികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കൾ. ലോകത്തെ മൊത്തം ആയുധ കച്ചവടത്തിന്റെ 50%-ലധികം നിയന്ത്രിക്കുന്നത് ഈ 5 കോർപ്പറേറ്റുകളാണ്. ഇവരെ കൂടാതെ ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങളും ഈ വിപണിയിലെ പ്രധാനികളാണ്. സമീപകാലത്ത് 2 വലിയ യുദ്ധങ്ങൾ ഈ കമ്പനികളുടെ ലാഭം എങ്ങനെ ഇരട്ടിയാക്കിയെന്ന് നോക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് ഒഴുക്കിയത്. ഉക്രൈന് ആയുധങ്ങൾ സൗജന്യമായി നൽകുമ്പോൾ പോലും ആ ആയുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കൻ, യൂറോപ്യൻ സർക്കാരുകൾ സ്വന്തം ഖജനാവിൽ നിന്ന് പണം നൽകുന്നത് ഈ കമ്പനികൾക്കാണ്. ഉദാഹരണത്തിന് ഉക്രൈൻ യുദ്ധത്തിൽ പ്രശസ്തമായ ജാവലിൻ മിസൈലുകൾ നിർമ്മിക്കുന്ന ലോക്ക്ഹീഡ് മാർട്ടിന്റെയും റേത്തിയോണിന്റെയും ഓഹരി മൂല്യം യുദ്ധം തുടങ്ങിയതിനു ശേഷം 30 മുതൽ 40% വരെയാണ് വർദ്ധിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധ ശേഖരം ഉക്രൈനിലേക്ക് അയച്ചതോടെ അവരുടെ സ്വന്തം സൈനിക ഭണ്ഡാരം വീണ്ടും നിറയ്ക്കാനായി ഈ കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷങ്ങളും ആയുധ വിപണിക്ക് പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഭൂരിഭാഗവും അമേരിക്കൻ നിർമ്മിതമാണ്. ഗാസയിലും ലെബനനിലും യുദ്ധം കടുക്കുമ്പോൾ അമേരിക്ക ഇസ്രായേലിന് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം പ്രഖ്യാപിക്കുന്നു. ഈ പണം ആത്യന്തികമായി ചെന്നെത്തുന്നത് മുകളിൽ പറഞ്ഞ ആയുധ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്കാണ്. യുദ്ധം നീണ്ടു നിൽക്കുന്നത് ഈ കമ്പനികളുടെ ദീർഘകാല ലാഭത്തിന് അത്യന്താപേക്ഷിതമായി മാറുന്നു. ഇവിടെയാണ് ഭയാനകമായ ആ യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത്. ആയുധ നിർമ്മാണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കണമെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും യുദ്ധമോ സംഘർഷ സാധ്യതയോ എന്നും നിലനിൽക്കണം. സമാധാനപൂർണമായ ഒരു ലോകം ഈ വ്യവസായത്തിന്റെ തകർച്ചയ്ക്കാണ് വഴി തുറക്കുക. അതുകൊണ്ട് തന്നെ വൻകിട ആയുധ കമ്പനികൾ സർക്കാരുകളുടെ വിദേശ നയങ്ങളെ പോലും സ്വാധീനിക്കാറുണ്ട്. അമേരിക്കയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ആയുധ കമ്പനികളും സൈന്യവും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണിത്.
ഈ കമ്പനികൾ രാഷ്ട്രീയ നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ സംഭാവന നൽകുകയും പകരം പ്രതിരോധ ബജറ്റുകൾ വർദ്ധിപ്പിക്കാനും യുദ്ധാനുകൂല്യ നിലപാടുകൾ സ്വീകരിക്കാനും ഭരണാധികാരികളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് യുദ്ധമെന്നാൽ മരണവും പട്ടിണിയും പലായനവുമാണ്. എന്നാൽ ആഗോള ആയുധ ലോബികൾക്ക് അത് കേവലം വലിയൊരു ബിസിനസ് അവസരം മാത്രമാണ്. ഒരു വശത്ത് ലോക നേതാക്കൾ സമാധാന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് അതേ രാജ്യങ്ങളിലെ ഫാക്ടറികളിൽ പുതിയ ബോംബുകളും മിസൈലുകളും നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചോര ചിന്തുന്ന യുദ്ധങ്ങൾ അവസാനിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം ആ ചോര വീഴുന്നത് ശതകോടികൾ കൊയ്യുന്ന ഒരു വൻകിട ബിസിനസ് സാമ്രാജ്യത്തിന്റെ മേലായതുകൊണ്ടാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ഒരു യുദ്ധത്തിന്റെ കനലുകൾ ഉയർന്നാലും അതിന്റെ പുകപടലങ്ങൾക്കിടയിലൂടെ നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു നിഴലുണ്ട്: അമേരിക്ക. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും കാവൽക്കാരായി സ്വയം പ്രഖ്യാപിക്കുന്ന അമേരിക്കയുടെ യഥാർത്ഥ സാമ്പത്തിക അടിത്തറ നിലനിൽക്കുന്നത് ലോകമെമ്പാടും കത്തിയെരിയുന്ന യുദ്ധങ്ങളിലാണ്. ഇന്ന് ലോകം ഭീതിയോടെ നോക്കിക്കാണുന്ന റഷ്യ ഉക്രൈൻ യുദ്ധമായാലും മിഡിൽ ഈസ്റ്റിലെ ചോരപ്പുഴകളായാലും അതിന് പിന്നിലെല്ലാം ബോധപൂർവം യുദ്ധാന്തരീക്ഷം നിലനിർത്താനും ആയുധ വിപണി കത്തിക്കാനുമുള്ള വാഷിംഗ്ടണിന്റെ കൃത്യമായ തിരക്കഥകൾ കാണാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്ക ആയുധ കച്ചവടത്തിലൂടെ മാത്രം സമ്പാദിക്കുന്ന പണത്തിന്റെ കണക്കുകൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൃത്യമായ ഡാറ്റ പരിശോധിച്ചാൽ ലോകത്തെ ആകെ ആയുധ വിപണിയുടെ 42% അമേരിക്ക ഒറ്റയ്ക്കാണ് നിയന്ത്രിക്കുന്നത്. പ്രതിവർഷം ശരാശരി $100 ബില്യൺ മുതൽ $150 ബില്യൺ വരെയാണ്. അതായത് ഏകദേശം 8 ലക്ഷം കോടി മുതൽ 12 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് അമേരിക്കൻ കമ്പനികൾ ആയുധ കയറ്റുമതിയിലൂടെ മാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ കണക്കെടുത്താൽ ഇത് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ഭീമാകാരമായ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ വിദേശ നയം രൂപപ്പെടുത്തുന്നത് അവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മറിച്ച് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കപ്പെടുന്ന വൻകിട ആയുധ കമ്പനികളുടെ കൂട്ടായ്മ കൂടിയാണ്. ലോകം സമാധാനത്തിലേക്ക് നീങ്ങിയാൽ ഈ കമ്പനികളുടെ ഫാക്ടറികൾ പൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സംഘർഷ സാധ്യതകൾ ഉണ്ടോ അവിടെയൊക്കെ സമാധാന ചർച്ചകൾക്ക് പകരം ആയുധങ്ങൾ എത്തിച്ച് തീയിൽ എണ്ണയൊഴിക്കുകയാണ് അമേരിക്കയുടെ പതിവ് ശൈലി. സമീപകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉക്രൈൻ യുദ്ധം. റഷ്യയെ തളർത്തുക എന്ന തങ്ങളുടെ ഭൗമരാഷ്ട്രീയ താല്പര്യത്തിനായി ഉക്രൈനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന പരോക്ഷ യുദ്ധമാണിത്. ഉക്രൈന് സഹായം എന്ന പേരിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ യഥാർത്ഥത്തിൽ ഉക്രൈനിലേക്കല്ല പോകുന്നത്. പകരം അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ, റേന്തിയോൺ തുടങ്ങിയ ആയുധ നിർമ്മാണ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്കാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പഴയ ആയുധ ശേഖരം ഉക്രൈനിലേക്ക് അയച്ചു തീർക്കുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പുതിയ ആയുധങ്ങൾ വിൽക്കാനുള്ള കരാറുകൾ അമേരിക്കൻ കമ്പനികൾ മുൻകൂട്ടി ഉറപ്പാക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിലും ഇതേ കളി തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേലിന് വർഷം തോറും ശതകോടിക്കണക്കിന് ഡോളറിന്റെ അത്യാധുനിക ആയുധങ്ങളാണ് അമേരിക്ക നൽകുന്നത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ യുദ്ധം നീണ്ടുപോകുമ്പോൾ ആയുധ വിപണിയിൽ ഡിമാൻഡ് ഏറുന്നു. അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷ ഭയന്ന് അമേരിക്കയിൽ നിന്ന് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ചുരുക്കത്തിൽ യുദ്ധം ഉണ്ടാകേണ്ടതും അത് അവസാനിക്കാതെ തുടരേണ്ടതും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ആവശ്യമാണ്. അതിർത്തികളിൽ സാധാരണക്കാരായ മനുഷ്യരും സൈനികരും ചോരയൊഴുക്കി വീഴുമ്പോൾ വാഷിംഗ്ടണിലെ കോർപ്പറേറ്റ് മുറികളിൽ ലാഭവിഹിതത്തിന്റെ ഷാമ്പയിൻ കുപ്പികൾ തുറക്കപ്പെടുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നടിച്ചുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധവ്യാപാരികളായി അമേരിക്ക തുടരുന്ന ഈ കാഴ്ച ആധുനിക നയതന്ത്രത്തിലെ ഏറ്റവും വലിയ നീതികേടും ക്രൂരതയുമാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.